എല്ലാ കർക്കിടകക്കൂറുകാർക്കും ഓഗസ്റ്റ് മാസഫലത്തിലേക്ക് സ്വാഗതം. കർക്കിടകക്കൂറുകാർക്ക് സാമ്പത്തികമായി ചെലവുകൾ വർദ്ധിക്കുവാൻ വളരെയധികം സാധ്യത ഉള്ള മാസമാണ്. അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കേണ്ടതാണ്. കടബാധ്യതകളുടെ പലിശകൾ അടച്ച് മിച്ചം വയ്ക്കാൻ തികയാത്ത അവസ്ഥയിലൂടെ ചിലപ്പോൾ കടന്നുപോകാം. അതിനാൽ സാമ്പത്തികമായ ഒരു ചിട്ടയും ക്രമീകരണവും പ്ലാനിങ്ങും വളരെ അത്യാവശ്യമാണ്. തൊഴിൽപരമായി കർക്കിടകം രാശിക്കാർക്ക് നല്ല മാസമാണ്. തൊഴിലിലൂടെ കൂടുതൽ സൗഹൃദങ്ങളും പ്രശസ്തിയും ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. വ്യാപാരം, വസ്ത്രം, ആഭരണം, കല, സാഹിത്യാദി മേഖലകൾ തുടങ്ങിയവയിൽ ജോലി ചെയ്യുന്ന കർക്കിടകക്കൂറുകാർക്ക് നല്ല മെച്ചപ്പെട്ട അവസരങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. ബിസിനസ്സുകാർക്ക് പൊതുവെ അല്പം ക്ലേശകരമായ ഒരു മാസമാണ്. പൊതുവെ പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കുന്നത് കുറച്ച് സമയത്തേക്ക് നീട്ടിവയ്ക്കുന്നത് ഉചിതമായിരിക്കും. നിങ്ങളുടെ ജാതകത്തിലെ സമയം പ്രതികൂലമാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾ പുതിയ ബിസിനസ്സുകൾ കുറച്ചു കാലത്തേക്ക് മാറ്റിവെക്കുന്നത് തന്നെയാണ് ഉചിതം. അതുപോലെ തന്നെ അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ, മുൻകരുതലുകൾ ഒക്കെ ഇപ്പോൾ ചെയ്യാവുന്നതും ആണ്. കർക്കിടകക്കൂറുകാർക്ക് ആരോഗ്യപരമായി വളരെയധികം ശ്രദ്ധിക്കേണ്ട മാസമാണ്. മാനസികാരോഗ്യം, ഹോർമോൺ പ്രോബ്ലം തുടങ്ങിയ പ്രയാസങ്ങൾ ഉള്ള കർക്കിടകക്കൂറുകാർ വളരെയധികം ശ്രദ്ധിക്കണം. നിലവിൽ പ്രശ്നങ്ങൾ ഒന്നും ഇല്ലെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള ചിട്ടകൾ പാലിക്കുന്നത് പിന്നീട് വളരെയധികം ഗുണം ചെയ്യും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾക്ക് സാധ്യത ഉള്ള മാസമാണ്. വിദേശത്തുള്ള ബന്ധുക്കൾ നാട്ടിലേക്ക് വരിക, സന്താനങ്ങൾ ഇല്ലാത്ത ആളുകൾക്ക് സന്താനങ്ങൾ ഉണ്ടാകുക, ഉള്ളവർക്ക് കുട്ടികളിലൂടെ ആനുകൂല്യം, പ്രശസ്തി, കുട്ടികളുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസം, ജോലി എന്നിവയ്ക്ക് ആനുകൂല്യം എല്ലാം ഈ മാസം വളരെയധികം സാധ്യത ഉള്ള കാര്യങ്ങളാണ്. വിവാഹവുമായി ബന്ധപ്പെട്ട് ശ്രമിക്കുന്ന ആളുകൾക്ക് അതും ഒത്തുവരുവാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. ഇത്രയുമാണ് കർക്കിടകം രാശിക്കാരുടെ ഈ മാസത്തെ ഫലങ്ങളായിട്ട് പറയുവാനുള്ളത്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായി എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റുകൾ വഴി നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ പറയുക. ഏവർക്കും നല്ല ഒരു ഓഗസ്റ്റ് മാസം ആശംസിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.